ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. മഹേഷ് ആകെ കൂടെ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മലരാണെങ്കിൽ മുറിയിൽ വെച്ചിട്ട് അമ്മ വാതിൽ തുറക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാതിലിന് മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ 3 മുറിയിലായിട്ടാണ് 3 പേരുള്ളത്. ചന്ദ്രിക ഒരു മുറിയിലും അതുപോലെ മലരൊരു മുറിയിലും സിദ്ധാർത്ഥാണെങ്കിൽ ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ്. ആ സമയത്താണ് മനോഹരൻ അവർക്ക് 3 പേർക്കുള്ള ഫുഡുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മഹേഷിനോട് പറയുന്നുണ്ട്, എന്നാ ഇതവർക്ക് 3 പേർക്കും കൊടുക്ക്. അപ്പം മഹേഷ് ആണെങ്കിൽ ദേഷ്യത്തോടെ പറയാണ്, ഓ ഇപ്പം ഇതാണോ വലിയ കാര്യം? ഞങ്ങൾക്ക് ശ്രീലങ്കയിൽ പോകാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതെന്തായി? അപ്പോൾ മനോഹരനും പറയുന്നുണ്ട്, എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും ഇവിടെ വെച്ച് കള്ളത്തോണിയിൽ ശ്രീലങ്കയിലേക്ക് പോകാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഹേഷ് വീണ്ടും സംശയത്തോടെ ചോദിക്കുകയാണ്, ഇനി വഴിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? അപ്പം മനോഹരൻ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അയ്യോ, പോലീസുകാരോ മറ്റോ പിടിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം മനോഹരൻ വീണ്ടും പറയാണ്, ഒരു പ്രശ്നവും വരില്ല, എല്ലാം എൻ്റെ ആൾക്കാർ നോക്കിക്കോളും. അപ്പോഴാണ് ശരിക്കും മഹേഷിന് സമാധാനമായത്. ശരി, ഞാൻ ഈ ഫുഡ് അവർക്ക് കൊടുത്തിട്ട് വരാം. ആയിക്കോട്ടെ. മഹേഷ് ആദ്യം തന്നെ പോയത് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്കാണ്. സിദ്ധാർത്ഥ് അവിടെ ബോധമില്ലാതെ കിടക്കുകയാണ്. ആ സമയത്ത് ആ ഫുഡിൻ്റെ പാർസലായിട്ടുള്ള കവർ സിദ്ധാർത്ഥിൻ്റെ മേലെ കൂടിയാണ് എറിയുന്നത്. അത് അവൻ്റെ മുഖത്ത് തട്ടിയ സമയത്ത് അവൻ ബോധം ഞെട്ടിയിട്ട് മഹേഷിനെ നോക്കുന്നുണ്ട്. അപ്പം മഹേഷ് പരിഹസിച്ചുകൊണ്ട് പറയാണ്, ഇന്നാ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ വായു കൊണ്ട് തന്നെ ആ കവർ തുറന്നിട്ട് പട്ടിയെപ്പോലെ നക്കി നക്കി തിന്നോ. എന്നിട്ട് ദേഷ്യത്തോടെ ആ മുറിയിൽ നിന്ന് നേരെ പോവുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ ദേഷ്യത്തോടെ അവനെങ്ങനെ വിളിക്കുന്നുണ്ട്, ഏയ് ഏയ്. എന്നിട്ട് സിദ്ധാർത്ഥ് എഴുന്നേറ്റ് അവിടെ ഇരിക്കുകയാണ്. മഹേഷ് രണ്ടാമത് പോയത് ചന്ദ്രികയുടെ അരികിലേക്കാണ്. ആ സമയത്ത് ചന്ദ്രികയും അവിടെ ഒരുപാട് കരഞ്ഞ് തളർന്നിട്ടിരിക്കുന്നുണ്ടായിരുന്നു. മഹേഷ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ചന്ദ്രിക വേഗം എഴുന്നേക്കുകയാണ്. കയ്യിലിരിക്കുന്ന ഫുഡിൻ്റെ ആ പാർസൽ നിലത്തോടെ ഇട്ടിട്ട് മഹേഷ് പറയുന്നുണ്ട്, ഇന്നാ ഭക്ഷണം കഴിക്ക്. അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയാണ്, മഹേഷ് എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം, എൻ്റെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ താ പ്ലീസ്. അപ്പോൾ മഹേഷ് അവളോട് പറയുന്നുണ്ട്, ഇത്രയും കാലം മലര് നിൻ്റെ കൂടെയല്ലേ ഉണ്ടായത്, ഇനി അവൾ എൻ്റെ കൂടെ കുറച്ചു കാലം നിൽക്കട്ടെ. ഞാനവളെ കടിച്ചു കീറി തിന്നൊന്നുമില്ല, കാരണം ഞാൻ അവളുടെ അച്ഛനാണ്. അവളുടെ മേലെ നിനക്കെത്രമാത്രം അവകാശമുണ്ടോ അതേ അവകാശം തന്നെ എനിക്കും ഉണ്ട്. ഈ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്, നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് ശ്രീലങ്കയിലേക്ക് പോവുകയാണ്. എന്നിട്ട് മഹേഷ് പോയിട്ട് പെട്ടെന്ന് തന്നെ ആ വാതിൽ വലിച്ച് പുറത്ത് നടക്കുകയാണ്. പിന്നാലെ ചന്ദ്രിക ഓടിപ്പോയിട്ട് അവൾ ആ വാതിലിന് തട്ടുന്നുണ്ടായിരുന്നു. എടാ നിൽക്ക് പ്ലീസ്, എനിക്കെൻ്റെ മോളെത്താ, എൻ്റെ മോളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വിട് എന്നൊക്കെ അവൾ നിലവിളിക്കുകയാണെങ്കിൽ മഹേഷ് അതിനൊന്നും ഉത്തരം കൊടുക്കുന്നില്ല. എനിക്കെൻ്റെ മോളെ കാണണം, ദയവ് ചെയ്ത് എൻ്റെ മോളെ എൻ്റെ അടുത്തേക്കൊന്ന് വിട്. ചന്ദ്രിക മഹേഷിൻ്റെ പേര് വിളിച്ചിട്ട് അവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് വാതിലിന് മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ എറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കെൻ്റെ മോളെ കാണണം, എനിക്കെൻ്റെ മോളെ കാണണം. മൂന്നാമതായിട്ട് മലറിനെ കിടത്തിയ മുറിയിലേക്കാണ് മഹേഷ് പോകുന്നത്. അവൻ വാതിൽ തുറക്കുന്ന സമയത്ത് മലരവിടെ ബോധമില്ലാതെ കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ മഹേഷ് ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൻ വേഗം പോയിട്ട് മലറിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അവൾക്ക് ബോധവുമില്ല, മാത്രമേ അവൾക്ക് പനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മഹേഷ് വേഗം തന്നെ പുറത്തു പോയിട്ട് ഒരു ബോട്ടിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് മലറിൻ്റെ മുഖത്ത് തളിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. മലരി കരഞ്ഞുകൊണ്ട് തന്നെയാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ മഹേഷ് സ്നേഹത്തോട് ചോദിക്കുന്നുണ്ട്, എഴുന്നേക്ക് മോളെ, എന്താ മോളെ, മോൾ പേടിച്ചു പോയോ? അതിന് മറുപടിയൊന്നും പറയാതെ മലര് വീണ്ടും കരയാണ്. അപ്പം മഹേഷ് സമാധാനിപ്പിക്കുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, നോക്ക് അച്ഛൻ മോക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, എന്നാ ഇത് കഴിക്ക്. അപ്പോൾ മലര് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കിതൊന്നും വേണ്ട, എനിക്കെൻ്റെ അമ്മയെ കാണണം, എന്നെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി വിട്. കരഞ്ഞുകൊണ്ടാണ് മലര് പറയുന്നത്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നോക്ക് ഒരു പ്രശ്നവും ഇല്ല, നിൻ്റെ അമ്മ ഉറങ്ങുന്നാണ്, ഇപ്പോൾ അവളെ കാണാൻ പറ്റില്ല, നീ ആദ്യം ഈ ഭക്ഷണം കഴിക്കാൻ നോക്ക്. അപ്പോൾ മലരും ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്, എനിക്ക് വേണ്ട, കൊണ്ടുപോ. അപ്പോൾ സ്നേഹത്തോടെ മഹേഷ് പറയുന്നുണ്ട്, ശരി എന്നാൽ പിന്നെ അച്ഛൻ തന്നെ എൻ്റെ മോക്ക് വാരിത്തരാം. അതിനുശേഷം മഹേഷ് തന്നെ മലരിന് ഭക്ഷണം വാരിക്കൊടുക്കാൻ നോക്കുകയാണ്. ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ മഹേഷിൻ്റെ കവിളിലേക്ക് മലര് തല്ലുകയാണ്. മഹേഷ് കവിളിൽ കൈവച്ച് നിൽക്കുന്ന സമയത്ത് മലര് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത്രയും കാലം നീ നന്നായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ എന്തിനാ നീ സിദ്ധുവിനെ തട്ടിക്കൊണ്ടു വന്നത്? അമ്മയെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാ ഇവിടെ ഞങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് സിദ്ധുവിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ, ഇല്ലെങ്കിൽ ഞാനും അമ്മയും കൂടെ നിന്നെ പോലീസിന് പിടിച്ചു കൊടുക്കും. അതുകൂടെ കേട്ട സമയത്ത് മഹേഷ് മലറിനെ നോക്കിയിട്ട് കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, ആഹാ കുഴപ്പമില്ലല്ലോ, നിൻ്റെ അമ്മ നിന്നെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. സ്വന്തം അച്ഛനെ തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുമല്ലേ നീ? നന്നായിട്ടുണ്ട്, പിടിച്ചു കൊടുക്ക്. അച്ഛൻ്റെ കവിളിൽ നോക്കി തല്ലാൻ വരെ വളർന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്, ഈ ഭക്ഷണം ഞാനിവിടെ വെക്കുന്നുണ്ട്, വിശക്കുന്നുണ്ടേ കഴിച്ചോ, ഇല്ലെങ്കിൽ കഴിക്കണ്ട. നീ കഴിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്നെ വിഷമിപ്പിക്കുന്ന കാര്യമല്ല. എന്നിട്ട് ദേഷ്യത്തോടെ ഇറങ്ങി പുറത്തേക്ക് പോയിട്ട് പുറത്തുനിന്ന് കഥ കടക്കുകയാണ്. അപ്പോൾ പിന്നാലെ പോയിട്ട് മലരും വാതിലിന് തട്ടുന്നുണ്ട്, എനിക്കെൻ്റെ അമ്മയെ കാണണോ, എനിക്കെൻ്റെ അമ്മയെ കാണണം.
വാതിലിന് തട്ടി തട്ടി മലർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കെൻ്റെ അമ്മയെ കാണണം, അമ്മ അമ്മ. കരഞ്ഞു കരഞ്ഞ് തളർന്ന് വീണ്ടും അവൾ അവിടെ നിലത്തിരിക്കുകയാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ മേഘ എന്തോ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശി മേഘയുടെ അടുത്ത് സ്നേഹത്തോടെ വന്നിരിക്കുകയാണ്. നീ എന്താ മോളെ ചെയ്യുന്നത്? അവർ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. അപ്പം മേഘ പറയുന്നുണ്ട്, കുറച്ച് ഓഫീസിലെ വർക്കൊക്കെ ബാക്കിയുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മുത്തശ്ശിയും സന്തോഷത്തോടെ പറയാണ്, ശരിയാ, ഇനി എല്ലാ കാര്യങ്ങളും എല്ലാ ജോലികളും നീ തന്നെ ചെയ്യേണ്ടി വരും. അതെന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നത്? അയ്യോ മേഘ, സിദ്ധാർത്ഥിനെ കാണുന്നില്ല, അത് നീ അറിഞ്ഞില്ലേ? ഇനി അവൻ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം എനിക്ക് നല്ല സംശയമുണ്ട്, അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, സിദ്ധാർത്ഥ് തിരിച്ചു വരില്ല എന്ന് മുത്തശ്ശി എന്താ അങ്ങനെ ഉറപ്പോടെ പറയുന്നത്? അപ്പോൾ മുത്തശ്ശി ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, സിദ്ധുവിനെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ എന്താ സംഭവിച്ചതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത്. സിദ്ധുവിൻ്റെ ഫോൺ ഓഫും കൂടി ആയ സ്ഥിതിക്ക് എന്തായാലും എന്തോ ഒരു വലിയ കാര്യം തന്നെയാണ്. മുത്തശ്ശി പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് മേഘയ്ക്കും തോന്നുകയാണ്. അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ ജീവനോടെ തിരിച്ചു വരില്ല എന്നൊക്കെ തോന്നുവാണല്ലോ. അപ്പം മുത്തശ്ശി തിരിച്ചു ചോദിക്കുന്നുണ്ട്, പിന്നല്ലാതെ സിദ്ധാർത്ഥ ജീവനോടെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ നേരം കൊണ്ട് അവൻ എന്തായാലും ഒന്ന് ഫോൺ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടുണ്ടാവുമായിരുന്നു. വീട്ടിലും വന്നിട്ടില്ല, ഫോണും വിളിച്ചിട്ടില്ലെങ്കിൽ അതിനൊറ്റ അർത്ഥമല്ലേ ഉള്ളൂ, അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. മേഘ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് മുത്തശ്ശിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവൾ കുറച്ചൊരു ഡെസ്പായിട്ട് പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശി, സിദ്ധാർത്ഥിനൊന്നും സംഭവിക്കണ്ട്. അപ്പം മുത്തശ്ശി അവളോട് പറയാണ്, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ അവനെ സ്നേഹിക്കുന്നത്? അവൻ നിന്നെ കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ടേ കുഴപ്പമില്ലായിരുന്നു. നിന്നെ കല്യാണം കഴിക്കുന്നില്ല, നിന്നെ ഓഫീസിൽ വളരാനും വിടുന്നില്ല. അവനെ കൊണ്ട് നിനക്കൊരു ഉപകാരവും ഇല്ല. അവൻ ജീവനോടെ ഉണ്ടായാലെന്താ, മരിച്ചാലെന്താ? പോയി തൊലയട്ടെ. അവൻ വന്നിട്ടില്ലെങ്കിൽ കമ്പനിയിലെ അടുത്ത അവകാശി, കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് നീയാണ്. മേഘ മുത്തശ്ശിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിനുശേഷം നീ വിചാരിച്ചതൊക്കെ നിനക്ക് നേടാലോ. അപ്പോഴാണ് മേഘയും ചിന്തിക്കുന്നത്, അത് ശരിയാണല്ലേ, എന്നാലും സിദ്ധാർത്ഥിന് എന്തായിരിക്കും പറ്റിയത് മുത്തശ്ശി? അപ്പം മുത്തശ്ശി അവരുടെ ബുദ്ധി എടുത്തിട്ട് പറയാണ്, ഒരുത്തൻ ഫോണും വിളിക്കുന്നില്ല, വീട്ടിലും വരുന്നില്ലെങ്കിൽ ഒന്നുകിൽ അവന് ആക്സിഡൻറ്റ് പറ്റി അവൻ്റെ ഓർമ്മശക്തി നശിക്കുകയോ അല്ലെങ്കിൽ ബോധമില്ലാതെ എവിടെ കിടക്കുകയോ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ അവനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവും. അത് കേട്ടതും മേഘ ശരിക്കും ഒന്ന് ഷോക്കായിട്ട് മുത്തശ്ശിയെ നോക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് രണ്ടും അല്ലാതെ വേറെ ഒന്നിനും സാധ്യതയില്ല. എന്തായാലും അവൻ വിട്ടിട്ട് ദേഷ്യത്തോടെ പോയതൊന്നുമല്ലല്ലോ. അപ്പോൾ മേഘയെ സംശയത്തോടെ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ സിദ്ധാർത്ഥിന് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ അവനാരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും അല്ലേ? മേഘയും കുറച്ചു നേരം അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. പിന്നെ അവൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ അവനിനി ഒരു പക്ഷേ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിലും എനിക്ക് സന്തോഷം തന്നെയാണ് മുത്തശ്ശി. അച്ഛനും അമ്മയും സിദ്ധാർത്ഥിനെയാണല്ലോ തലയിൽ തൂക്കി വെച്ച് നടക്കുന്നത്. അവൻ പോയാൽ പിന്നെ അവർക്ക് വേറെ വഴിയില്ലല്ലോ. പിന്നെ എന്നെ വിശ്വസിക്കാനല്ലാതെ വേറെ മാർഗ്ഗം അവർക്കില്ല. അതൊക്കെ മുത്തശ്ശി ആസ്വദിക്കുകയാണ്. അവരും പറയുന്നുണ്ട്, ആ സിദ്ധാർത്ഥ് മാത്രം ഈ വീട്ടിൽ തിരിച്ചു വന്നില്ല എന്ന് വിചാരിക്ക്, ഈ വീട്ടിലുള്ള എല്ലാവരും നിന്റെ കാൽക്കീഴിൽ വന്ന് വീഴും. ഈ ഒരു കാര്യം നടന്നെന്ന് വെച്ചോ, പഴനി മുരുകൻ്റെ കോവിലേക്ക് നടന്നിട്ട് തന്നെ ഞാൻ പോവും. അതും പറഞ്ഞ് മുത്തശ്ശിയും മേഘയും പൊട്ടിച്ചിരിക്കുകയാണ്. അതേസമയം ഗോഡൗണിനകത്താണെങ്കിൽ ചന്ദ്രിക നിലവിളിച്ച് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് വാതിലിന് തട്ടിയിട്ട്, വാതിൽ തുറക്കടാ, എനിക്കെൻ്റെ മോളെ കാണണം. അപ്പോഴേക്കും മഹേഷ് വന്ന് വാതിൽ തുറന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ശബ്ദം വെക്കുന്നേ? മഹേഷ് വാതിൽ തുറന്നപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വിട്. അപ്പം മഹേഷ് പറയാണ്, വായി പൂട്ടി മിണ്ടാതെ ഇവിടെ കിടന്നോ, നീ എത്ര ഒച്ചത്ത് ശബ്ദം വെച്ചാലും ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല. നാളെ രാവിലെ നമ്മൾ ശ്രീലങ്കയിലേക്ക് പോവുകയാണ്, അതിന് തയ്യാറായിക്കോ. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തിട്ടുണ്ടായിരുന്നത്? നിന്നെ വിട്ടിട്ട് ഞാൻ പോയിട്ടല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? വെറുതെ അനാവശ്യമായിട്ട് സംസാരിക്കാൻ നിൽക്കാതെ അകത്തേക്ക് പോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയെ പിടിച്ച് തള്ളി വീണ്ടും കഥ കടക്കുകയാണ് മഹേഷ്. ചന്ദ്രികയാണെങ്കിൽ വാതിലിന് തട്ടി വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വിടടാ, എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിക കരഞ്ഞിട്ടും മഹേഷ് അതൊന്നും വകവെക്കുന്നില്ല. ആ സമയത്ത് സിദ്ധാർത്ഥിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അവൻ കഷ്ടപ്പെട്ട് അവിടെ എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു മരത്തിനോട് ചാരി ഇരുന്നിട്ട് അവൻ കയ്യിലുള്ള ആ കെട്ട് പിന്നെന്ന് കെട്ടയക്കാൻ പറ്റുമെന്ന് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് അവൻ ടയേർഡായിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവനവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. അതേസമയം മനോഹരനും മഹേഷും കൂടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. ആ സമയത്ത് മനോഹരൻ പറയുന്നുണ്ട്, നോക്ക് മഹേഷേ, നീ വിചാരിക്കുന്നത് പോലെ ചന്ദ്രിക അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. അവളുടെ മേലെ നിന്റെ കണ്ണെപ്പോഴും വേണം. ശ്രീലങ്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ നിയമപ്രകാരം നീ അവളെ വേഗം തന്നെ കല്യാണം കഴിച്ച് നിന്റെ ഭാര്യയാക്കാൻ നോക്ക്. അപ്പോഴേ നിനക്ക് അവൾക്ക് ചെക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മഹേഷും പറയുന്നുണ്ട്, ശ്രീലങ്കയിലേക്ക് പോയാൽ എൻ്റെ ആദ്യത്തെ ദൗത്യം തന്നെ അതാണ്.
ഒന്നുകൂടെ ചന്ദ്രികയെ കല്യാണം കഴിക്കുക എന്നുള്ളത്. ഇനി അവൾക്ക് എൻ്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാനേ പറ്റില്ല. മനോഹരൻ പറയാണ്. അത് ശരിയാണ്, അവൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നീ മാത്രമല്ല ഞാനും പെടും. അതൊക്കെ ശരിയാണ്. നാളെ ശ്രീലങ്കയിലേക്ക് പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ശരിയാക്കിയില്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നീ വേണ്ടാണ്ട് ടെൻഷൻ ആവല്ല. രാവിലെ 6 മണിയാകുമ്പോഴേക്കും ബോട്ട് വന്നിടും. ആ ബോട്ടിലെത്തിക്കഴിഞ്ഞാൽ നിനക്ക് ശ്രീലങ്കയുടെ ആ ഒരു പരിസരത്ത് ചെന്ന് ഇറങ്ങാം. ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നീ നോക്കിയാൽ മതി. അപ്പോൾ മഹേഷും പറയുന്നുണ്ട്, ശ്രീലങ്കയിൽ ആ ഒരു സ്ഥലം വരെ എത്തിയാൽ മതി എനിക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂട്ടുകാരൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്. അപ്പം മനോഹരൻ പറയുന്നുണ്ട്, ശ്രീലങ്കയിൽ എത്തിയ ഉടനെ തന്നെ എന്നെ ഫോൺ ചെയ്യണം. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യണം. മഹേഷ് അത് സമ്മതിക്കുകയാണ്. അങ്ങനെ നേരം വെളുത്ത് ആ സമയത്ത് എല്ലാവരും കൂടി മഹേന്ദ്രൻ്റെ വീട്ടിലാണുള്ളത്. എല്ലാവരും സങ്കടത്തിലും ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണുള്ളത്. ജാനകിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വാസു അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. മഹേന്ദ്രൻ ഫോണും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ആകെ ടെൻഷനായിട്ടാണുള്ളത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്നാലും സിദ്ധു എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? എന്നിട്ട് മഹേന്ദ്രനോട് അവർ പറയുന്നുണ്ട്, രാത്രി തന്നെ സിദ്ധു വരുന്നല്ലേ ഏട്ടൻ പറഞ്ഞത്. നേരം വെളുത്തിട്ട് ഇത്രയും നേരമായി, ഇത്ര നേരമായിട്ട് സിദ്ധാർത്ഥ് വന്നിട്ടില്ല. എനിക്ക് എന്തൊക്കെയോ പേടിയാവുന്നുണ്ട്. അവൻ എന്താ പറ്റിയെന്ന് കൂടെ അറിയില്ല. ഇനിയും നമ്മൾ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല ഏട്ടാ. നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. ശരി ജാനകി, ഞാൻ ഇപ്പം തന്നെ കമ്മീഷണറെ വിളിച്ച് കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ പെട്ടെന്ന് തന്നെ കമ്മീഷണറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കമ്മീഷണറും കേസ് ഏറ്റെടുത്തുകൊണ്ട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. ആ സമയത്തൊക്കെ ജാനകി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ കരയില്ല ജാനകി, എന്തായാലും കമ്മീഷണർ കേസ് ഏറ്റെടുത്തല്ലോ, എത്രയും പെട്ടെന്ന് സിദ്ധു തിരിച്ചു വരും. പോലീസ് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കും. അപ്പം മുത്തശ്ശൻ ആരതിയോട് പറയുന്നുണ്ട്, മോളെ നീ നിൻ്റെ അമ്മയ്ക്കുള്ള എന്തെങ്കിലും ജ്യൂസോ മറ്റോ കൊണ്ടുകൊടുക്ക്. ആരതി ജ്യൂസ് എടുക്കാൻ പോയ സമയത്തൊക്കെ ജാനകി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാലും എൻ്റെ സിദ്ധുവിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അവനെന്തോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ. അപ്പം മഹേന്ദ്രനും അതുപോലെ തന്നെ വാസുവൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്, സിദ്ധുവിനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല, അവൻ തിരിച്ച് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, സിദ്ധു എന്തായാലും രാത്രി തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അവൻ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ മഹേന്ദ്രനോട് പറയാണ്, മഹേന്ദ്ര നമുക്ക് എത്രയും പെട്ടെന്ന് സിദ്ധുവിനെ കണ്ടുപിടിക്കണം. എന്നോട് കമ്മീഷണർ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണെച്ചാ. ജാനകിയെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് മഹേന്ദ്രൻ വേഗം സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അതേസമയം സിദ്ധു വീണ്ടും ബോധം കെട്ടിട്ട് തന്നെ അവിടെ കിടക്കുകയാണ് നിലത്ത്. ആ സമയത്ത് മഹേഷ് വന്ന് വാതിൽ തുറന്നിട്ട് സിദ്ധുവിനെ തന്നെ നോക്കിയിട്ട് അവൻ പരിഹാസത്തോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇന്നത്തോടെ നിന്റെ കഥ കഴിയാൻ പോവാടാ. നിന്നെ കൊല്ലാനുള്ള ആള് വന്നോണ്ടിരിക്കുക എന്ന് വിചാരിച്ചതിന് ശേഷം മഹേഷ് ആ വാതിലും അടിച്ച് പുറത്തേക്ക് പോയി നേരെ ചന്ദ്രികയുടെ മുറിയിലേക്കാണ് പോയത്. ചന്ദ്രിക അവിടെ തളർന്ന് മയങ്ങി കിടക്കുകയാണ്. ചന്ദ്രികയെ നോക്കിയിട്ട് മഹേഷ് ചിന്തിക്കുന്നുണ്ട്, സിദ്ധു നിൻ്റെ പിന്നിലുണ്ടെന്നുള്ള ധൈര്യത്തിലല്ലേ നീ ഇത്രയും അഹങ്കാരം കാണിച്ചത്? ഇനി കുറച്ചു നേരം കൊണ്ട് അവൻ മരിക്കാൻ പോവുക. ഇനി ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കാലിൻ്റെ അടിയിലായിരിക്കും. ചന്ദ്രിക കിടന്ന മുറിയുടെ വാതിലും അടച്ചിട്ട് മഹേഷ് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ മഹേഷിൻ്റെ അടുത്തേക്ക് വേറൊരാളെയും കൂട്ടിയിട്ടാണ് മനോഹരൻ വന്നത്. എന്നിട്ട് മഹേഷിനോട് പറയുന്നുണ്ട്, മഹേഷ്, ഞാൻ പറഞ്ഞ ആൾ ഇവനാണ്. സിദ്ധാർത്ഥിൻ്റെ കാര്യം ആർക്കും അറിയാത്ത രീതിയിൽ ഇവൻ തന്നെ തീർത്തോളും. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, ശരി, സിദ്ധാർത്ഥിനെ കൊല്ലുന്നതാണ് വെക്കട്ടെ, എങ്ങനെയാണ് അവനെ കൊല്ലാൻ പോകുന്നത്? പോലീസിന് നമ്മുടെ മേലെ സംശയം വരാൻ പാടില്ല. അപ്പോൾ ആ വന്ന കൊലയാളി പറയുന്നുണ്ട്, സർ, എൻ്റെ കയ്യിലൊരു ഗ്യാസ് ഉണ്ട്, അതിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടുപേരും ശ്രദ്ധയോടെ അതൊക്കെ കേൾക്കുന്നുണ്ട്. അവസാനം അയാൾ പറയുന്നുണ്ട്, ആ ഗ്യാസ് തുറന്നു വിട്ടിട്ട് ആ റൂമിൻ്റെ ജനലും വാതിലും ഒക്കെ അടച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് അവൻ മരിച്ചു പോയിട്ടുണ്ടാവും. അവൻ്റെ ശരീരത്തിൽ ഒരു പാടോ പൊട്ടോ ഒന്നും ഉണ്ടാവില്ല. നാച്ചുറൽ ഡെത്ത് മാതിരി നമുക്കതിനെ ചെയ്യാം. അപ്പോൾ മഹേഷിനും മനോഹരനും തോന്നുന്നുണ്ട് ഇതൊരു നല്ല ഐഡിയ ആണെന്ന്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ശരി, നീ എന്തായാലും പോയിട്ട് ആ ഗ്യാസ് എടുത്തിട്ട് വാ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആ ഗ്യാസിന് കുറച്ച് വില അധികമാണ്. അപ്പോൾ മനോഹരൻ പറഞ്ഞിട്ട്, നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയല്ലേ, നീ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ ഞാൻ തരും, പോയിട്ട് നീ ആ ഗ്യാസ് എടുത്തിട്ട് വാ. അപ്പോൾ അവരോട് രണ്ടുപേരോട്, എന്നാൽ നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഗ്യാസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അവൻ പോയ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് മനോഹരനോട്, സിദ്ധാർത്ഥിൻ്റെ കഥ കഴിഞ്ഞാൽ പിന്നെ ഞാൻ മലറിനെയും ചന്ദ്രികയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോവും. ആർക്കും സംശയം വരാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. അയാളും പറയാണ്, നീ എന്തായാലും ഇവിടുന്ന് പോയിക്കോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, എത്ര മണിക്കാണ് ബോട്ട് വരിക? അപ്പോൾ മനോഹരന് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട്, അയ്യോ, ബോട്ട് 7 മണിക്ക് വരും, ആ കറക്റ്റായിട്ട് വരും, ആ സമയത്ത് നിനക്ക് പോവാം. മഹേഷിന് അപ്പോഴാണ് സമാധാനമായത്. എന്തായാലും ഞാൻ ചന്ദ്രികയും മലറിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ ഒരു വാനും കൂടെ റെഡിയായിക്കോ. അതൊക്കെ റെഡിയാണ്, ഞാൻ പോയിട്ട് ആ വണ്ടി എടുത്തിട്ട് വരാം. നീ അവരുമായിട്ട് പോകാൻ റെഡിയായിക്കോ, ഞാൻ പോയിട്ട് വണ്ടി എടുത്തിട്ട് വരാം. പോകുമ്പോഴും വീണ്ടും മനോഹരൻ പറയുന്നുണ്ട്, ചന്ദ്രികയെ ശ്രദ്ധിക്കട്ടോ മഹേഷേ. അതേസമയം മഹേന്ദ്രൻ ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്നിട്ട് ജാനകിയും ചോദിക്കുന്നുണ്ട്, ഏട്ടാ, സിദ്ധുവിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല ജാനകി.
ഞാനിപ്പോൾ കൂടി കമ്മീഷണറുമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. സിദ്ധുവിൻ്റെ ഫോൺ ടവർ പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് അവൻ എവിടെയുള്ളതെന്ന് അറിയാൻ ഒരു വഴിയും കിട്ടുന്നില്ല. അത് കേട്ടതും ജാനകി വീണ്ടും സങ്കടത്തോടെ കരയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നത്.